പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കോൺഫറൻസിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ ഈ കോൺഫറൻസിൻ്റെ കൺവീനർ പാസ്റ്റർ പി സി എബ്രഹാം, തൻ്റെ കൂടെ അധ്വാനിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, സഭകൾ, ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഈ കോൺഫറൻസിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ ജെയിംസ് ജോർജ്, എൻ്റെ അധ്യാപകനും കൂടെയായ സാജു മത്തി സാർ, എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ സെഷനുകളിൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ വിശാലമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും ആ വിഷയത്തോട് തന്നെ ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ നൽകിയ നിയോഗത്തിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 20 and 21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ദൈവമക്കളായ നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിനെ പറ്റി, സ്വർഗത്തെ പറ്റിയൊക്കെ ഇത്രയും ഇൻട്രസ്റ്റഡ് ആകുന്നത് എന്ന് ചോദിച്ചാൽ നിരവധി ഉത്തരം നമുക്കതിനെപ്പറ്റി പറയാനായിട്ട് കഴിയും. കാരണം നമ്മുടെ പേര് സ്വർഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ കർത്താവ് വരുന്നത്. നമ്മളെ കർത്താവ് അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് മുമ്പേ പോയ നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ കാത്തവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പ്രതിഫലവും നമ്മുടെ അനുഗ്രഹവും ഒക്കെ അവിടെയാണ് എന്നേക്കുമായിട്ടിരിക്കുന്നത്. അതുപോലെ തിരുവെഴുത്തിൽ വായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് സ്വർഗമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്രയും ഇൻട്രസ്റ്റഡ് ആകാനായിട്ടുള്ള കാര്യം, ഇൻട്രസ്റ്റഡ് ആകുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്നതാണ് അതിനകത്തെ വസ്തുത. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ദൈവം എനിക്ക് നൽകിയ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ വായിച്ച വേദഭാഗത്തിനകത്ത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്നാണ് വായിച്ചത്. സ്വർഗീയ പൗരന്മാരുടെ 5 വിശേഷതകൾ ദൈവവചനത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ, വളരെ ദൈവകൃപയോടെ, ദൈവാശ്രയത്തോടെ ഈ തിരുവെഴുത്തിലേക്ക് നിങ്ങൾ നോക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മളിവിടെ അന്യരാണ്, പരദേശികളാണ് എന്ന് വേദപുസ്തകം വളരെ ക്ലിയറായിട്ട് പറയുമ്പോൾ സ്വർഗീയ പൗരന്മാരെന്ന ഐഡന്റിറ്റി കൃപയാൽ ലഭിച്ച നമ്മുടെ 5 സവിശേഷതകൾ എന്താണെന്ന് ഞാൻ ആരംഭത്തിലൊന്ന് പറഞ്ഞ് ഓരോന്നിനെ അല്പം ഒന്ന് വിശദീകരിച്ച് സമയം അനുവദിക്കുന്ന പക്ഷം 5-ാമത്തെ കാര്യം അല്പം കൂടുതലൊന്ന് വിശദീകരിക്കാം എന്നാണ് എൻ്റെ ആഗ്രഹം. ശ്രദ്ധയോടെ കേൾക്കണം, പ്രാർത്ഥനയോടെ കേൾക്കണം. ഓരോ തിരുവെഴുത്തും നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റം വരുത്തുകയും പ്രതികരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കുകയും ചെയ്ത് ഒരാത്മീയനായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ദൈവം നമ്മളോട് ഇന്ന് രാത്രിയിലും കരുണ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ സ്വർഗീയ പൗരന്മാരുടെ വിശേഷത? 1, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കും. 2-ാമത്തെ പ്രത്യേകത, നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജ് ദൈവരാജ്യത്തിൻ്റെ ലാംഗ്വേജ് ആയിരിക്കും. 3-ാമത്തെ പ്രത്യേകത, നമ്മുടെ നിയമം എന്നുള്ളത് ഈ രാജ്യത്തിലെ നിയമത്തോട് മാത്രമല്ല, നമ്മൾ ഹെവൻലി ലോയ്ക്ക് അടിമപ്പെട്ടവരാണ്. 4-ാമത്തെ കാര്യം, നമ്മുടെ ലോയൽറ്റി, നമ്മുടെ കൂറ്, നമ്മുടെ താല്പര്യം, നമ്മുടെ പ്രിയം എന്നുള്ളത് ദൈവത്തോടായിരിക്കും. 5-ാമത്തേത്, ആ പൗരന്മാരുടെ
ഏറ്റവും വലിയ പ്രത്യേകത, വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഈ 5 കാര്യത്തെ അല്പം ഒന്ന് വിശദീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിലുണ്ട്. ഒന്നാമത്തെ വിശേഷത, പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയ സഭയ്ക്ക് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഈ വാക്യം ഏത് സഭയ്ക്കാണ് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്നത് എന്ന് ചോദിച്ചാൽ ഫിലിപ്പിയ സഭയ്ക്ക് തന്നെയാണ്. ഓഫ് കോഴ്സ് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവം അതിനെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം. പെന്തക്കോസ്തുകാരായ നമ്മൾ വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ വിശ്വസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിനകത്തെ എല്ലാ വാക്കുകളും ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്ന് ഉളവായതാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ സ്വർഗീയ പൗരന്മാരായ നമ്മൾ എന്നത് ഏറ്റവും വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റിയൊരു സഭ എന്നുള്ളത് ഫിലിപ്പിയിലെ സഭയാണ്. കാരണം ഫിലിപ്പിയ സഭ ഒരു റോമൻ കോളനിയിലെ സഭയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസും കൂടെയുള്ളവരും ഫിലിപ്പിയിൽ ഗോസ്പൽ പറയാനായിട്ട് ചെന്നപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. റോമാക്കാരായ ഞങ്ങൾ എന്നൊരു വാക്യം ആക്ട്സ് 16 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ റോമാക്കാരായ ഞങ്ങൾ എന്ന് പറയാൻ കാരണം? റോമ പട്ടണം അവരിൽ നിന്ന് 100 കണക്കിന് മൈൽ അകലെയാണ്. എന്നാൽ ഫിലിപ്പിയിലെ ആളുകൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അവര് ഫിലിപ്പിയിലാണ് താമസിക്കുന്നതെങ്കിലും അവർ റോമാക്കാരാണ്, റോമൻ പൗരന്മാരാണ്. അവരോട് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? ഫിലിപ്പിയിൽ താമസിക്കുമ്പോഴും റോമൻ പൗരത്വത്തെ പറ്റി വളരെ അഹങ്കരിക്കുന്ന ആളുകളാണ് അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ഒരിക്കൽ അപ്പോസ്തലൻ പറഞ്ഞ കാര്യമില്ലേ, അന്നത്തെ ഗവർണറോട് നോക്കി പറഞ്ഞല്ലോ, ഞാൻ ജന്മം കൊണ്ട് റോമ പൗരനാണ്. അന്നേരം ന്യായാധിപൻ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പണം കൊടുത്ത് മേടിച്ചതാണ് റോമൻ പൗരത്വം. അങ്ങനെ നിരവധി പ്രിവിലേജ് ഉള്ള ഒരു ഗ്രൂപ്പാണ് റോമൻ പൗരൻ എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ റോമൻ പൗരൻ്റെ അഹങ്കാരത്തിൽ, അതിൻ്റെ പ്രിവിലേജിൽ അഹങ്കരിക്കുന്ന, സന്തോഷിക്കുന്ന, എല്ലാവരെയും താഴോട്ട് നോക്കി കാണുന്ന ആ റോമാക്കാരായ ഫിലിപ്പിയ കോളനി താമസിക്കുന്നവരോട് പറയാ, നോ നോ നോ, അഹങ്കാരത്തിന് സ്ഥാനമില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ദൈവസഭയോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിൽ ഉണ്ട് എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പാട്ട് പാടാൻ നമുക്കറിയാം, പ്രസംഗിക്കാൻ നമുക്കറിയാം, പക്ഷേ നമ്മുടെ പേര് നിത്യജീവന്റെ പുസ്തകത്തിനകത്തുണ്ട് എന്ന് ബോധ്യമുള്ളവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയുമോ? ഫിലിപ്പിലേഖനത്തിലെ നമ്മൾ വായിക്കുന്നത്, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത മുതലായ എൻ്റെ കൂട്ടുവേലക്കാർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിൽ ഒരുവൻ ജെനുവിനായിട്ട് വിശ്വസിച്ച ജീവിതം സറണ്ടർ ചെയ്തെങ്കിൽ അവൻ്റെ പേര് സ്വർഗത്തിലുണ്ട്. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതുക. നമ്മളെപ്പറ്റി തിരുവെടുത്ത് പറയുന്ന ചില പദങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവരാം. വേദപുസ്തകത്തിലെ ആകമാനം ദൈവസഭകളെ, ദൈവമക്കളെ, കർത്താവിന് കമ്മിറ്റ് ചെയ്ത ആളുകളെ വിളിക്കുന്ന പേര് പരദേശികളെന്നാണ്. നമ്മളിവിടെ പരദേശികളാണല്ലോ ഈ രാജ്യത്ത്. നമുക്ക് പെട്ടെന്ന് ആ പദത്തിൻ്റെ അർത്ഥം അറിയാം, അതിൻ്റെ വാലിഡിറ്റി അറിയാം, അതിൻ്റെ കുറവറിയാം, അല്ലേ? അങ്ങനെയെങ്കിൽ വേദപുസ്തകം നമ്മളെ വിളിക്കുന്നത് പരദേശികളെന്നാണ്. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ചില സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്: പൊന്തോസിലും ഗലാത്തിയിലും ബിദുന്യയിലും അങ്ങനെ കപ്പദോക്കിയിലും ആസിയിലുമൊക്കെ ചെതറിപ്പാർക്കുന്ന പരദേശികൾ എന്നാണ് അവരെ വിളിച്ചത്. അവർക്ക് ആ പട്ടണത്തിൽ ലോക്കൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെ പൗരത്വം സ്വർഗത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി കണ്ണുയർത്തി നമ്മൾ നോക്കണം. കണ്ണുയർത്തി അങ്ങനെ നോക്കുമ്പോൾ ഉള്ളിൽ ആത്മാവിൻ്റെ അധിവാസമുള്ള, യഥാർത്ഥമായി വീണ്ടും ജനിച്ച ജീവിതം കർത്താവിന് ഈൽഡ് ചെയ്തവൻ അറിയാം, എൻ്റെ പേര് സ്വർഗത്തിലുണ്ട്. അതാണ് എൻ്റെ ആനന്ദം. കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഈ ഉറപ്പവനുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ ഇസ്രയേലിന്
ബാബേൽ പ്രവാസത്തിൽ നിന്ന് തിരികെ വരാൻ സമയമായി. നമുക്കറിയാം നെഹമ്യാവിൻ്റെ കാലം, എസ്രാ പുരോഹിതന്റെ കാലം, സെരുബാബേലിൻ്റെ കാലം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇസ്രയേലിന് തിരികെ വരാൻ സമയമായപ്പോൾ അവരോട് ആ അന്നത്തെ രാജാവായിരുന്ന കോരശ് വിളംബരം പുറപ്പെടുവിച്ച് നിങ്ങൾക്ക് പോകാം. എന്നാൽ ദുഃഖകരമായ കാര്യം എന്നാണെന്നറിയാമോ? വളരെ എണ്ണത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവർ പാർത്തിരുന്ന് അവരുടെ പിതാക്കന്മാർ അധ്വാനിച്ച, അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ആ പട്ടണത്തിലേക്ക് തിരികെ പോയത്. അതിൻ്റെ ദുരന്ത ഫലം എന്നറിയാമോ? ഇന്ന് രാത്രിയിലും ആ പട്ടണം കാണാതെ ജനലക്ഷങ്ങൾ ചിതറിക്കിടക്കുകയാണ്, അന്ന് ചിതറിപ്പോയവർ. പ്രിയപ്പെട്ടവരെ, കാരണം അവർ ബാബേലിൻ്റെ സമൃദ്ധി കണ്ടപ്പോൾ അവർക്ക് തിരിച്ച പട്ടണത്തിന് മതിലില്ലാത്ത, ആലയത്തിന് തേജസ്സില്ലാത്ത, ശുശ്രൂഷിക്കാൻ വിശുദ്ധന്മാരായ പുരോഹിതന്മാരില്ലാത്ത പട്ടണത്തിലേക്ക് തിരികെ പോകുക എന്നത് അവർക്ക് വളരെ പ്രയാസമായിരുന്നു. ഇതുപോലെ തന്നെയല്ലേ ഇവിടുത്തെ സൗകര്യമൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക. പണ്ട് കേരളത്തിൽ വചനം പറയുന്ന എനിക്കറിയാം, 40-50 വർഷമൊക്കെ ആയിട്ട് ഇവിടെ വന്നവരാ നിങ്ങൾ. കേരളത്തിലെ എക്സാമ്പിളും കോട്ടയത്തെ കാര്യമൊക്കെ പറഞ്ഞാൽ ഓർക്കാൻ പാടാണേലും ഞാൻ അധികം പറയാറില്ല. ഒരു കാര്യം പറയാം. പണ്ട് വിഒ തോമസ് എന്ന് പറയുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അപ്പച്ചൻ പറഞ്ഞൊരു പ്രസംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനത് ഓഡിയോ കേട്ടതാ. അദ്ദേഹം പറഞ്ഞത്, ദൈവമക്കൾ എപ്പോഴും ഈ നമുക്ക് അല്പം കൂടെ എളുപ്പത്തിൽ ഓർക്കാവുന്നൊരു കാര്യത്തിൽ പറഞ്ഞാൽ, ഈ എന്താ പറയുക, ഈ നമ്മുടെ കാച്ചിലിൻ്റെ വള്ളി പോലെ വേണം മേലോട്ട് എത്ര വളർന്നാലും. അതിന് അദ്ദേഹം പറഞ്ഞ എക്സാമ്പിൾ എന്നാണെന്നറിയാമോ? ഒറ്റ വലി വലിച്ചാൽ താഴെ വരണം. പക്ഷെ നിർഭാഗ്യവശാൽ സംഭവിച്ചത് എന്നാണെന്നറിയാമോ? നമ്മൾ ഈ കൊടിവള്ളി കയറുന്ന പോലെയാ കയറിയേക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പദം എങ്ങനെയാ? അട്ടക്കാല് പിടിച്ച് എല്ലാവരോടും ചേർത്ത് വലിച്ചാലും നമ്മൾ ഇവിടുന്ന് പോവുകയില്ല. നമ്മുടെ പൗരത്വം എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഈ തിരുവെഴുത്ത് നെഞ്ചോട് ചേർത്തിട്ട് പറയണം, കൃപയാൽ എന്നെ വിളിച്ചതാണ്. ഞാൻ ഒരിക്കലും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നതല്ല. ഞാൻ എങ്ങോട്ടോ പോയപ്പോൾ എൻ്റെ അകത്ത് ജീവൻ നൽകി, വിശ്വസിക്കാനായിട്ടുള്ള കൃപ നൽകി, എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് വിശ്വസിച്ച ദിവസം എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി. എത്ര പേർക്ക് ആനന്ദമുള്ളിൻ്റെ ഉള്ളിലുണ്ട്? അവനെ കാത്തിരിക്കുന്ന പൗരന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത ആ പേര് സ്വർഗത്തിലുണ്ടെന്നുള്ള ഉറപ്പാണ്. 2, വേഗത്തിൽ ഞാനങ്ങ് പോവുകയാണ്, എൻ്റെ ക്ലോക്ക് ഭയങ്കര ഫാസ്റ്റിലാണ് ഓടുന്നത്. 2ാമത്തെ പ്രത്യേകത, ആ പേരെഴുതിയിരിക്കുന്ന ആളുകളുടെ സ്വഭാവം ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമായിരിക്കും. വിശദമാക്കാം. പണ്ടൊരാള് എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചു, അന്യഭാഷ പറയുന്നവനൊക്കെ ആത്മീയനാണോ എന്ന് ചോദിച്ചത് കേട്ടോ. അന്യഭാഷ പറയുന്നവനൊക്കെ ആത്മീയനാണോ? എൻ്റെ സ്നേഹിതൻ വളരെ വചനപരിജ്ഞാനമുള്ളൊരു സഹോദരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന്യഭാഷ പറയുന്നവൻ ആത്മീയനാണോ എന്ന് എനിക്കറിയാൻ പ്രത്യേക മാർഗമില്ല, അവൻ്റെ മാതൃഭാഷ കേട്ടാൽ ഞാൻ പറയാം അവൻ ആത്മീയനാണോന്ന്. ഗോട്ട് ദ മീനിങ്? 2ാമത്തെ പ്രത്യേകത, അവൻ്റെ ലാംഗ്വേജ് ദൈവീകമായിരിക്കും. ഞാൻ തിരുവെഴുത്തിലെ 1-2 വാക്യങ്ങൾ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകാം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന വാക്കാണ് പ്രാകൃതൻ. ഞാൻ അതിൻ്റെ ഒരു പാരഫ്രൈസ്ഡ് വെർഷനാണ് പറഞ്ഞത്. പ്രാകൃതമായത് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരീശന്മാരോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചോദിച്ചില്ലേ, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ? അതിൻ്റെ അർത്ഥം ഈ പരീശന്മാര് വളരെ സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടുത്തുകാർക്ക് അറിയാമല്ലോ, ഹണി എന്നൊക്കെ വിളിച്ച വിളി മാത്രമേ ഉള്ളൂ, നമുക്കറിയാമല്ലോ അല്ലേ? നോക്കൂ, എന്നാൽ ഈ പരീശന്മാര് ഹണി എന്നൊക്കെ വിളിച്ചാൽ തേനങ്ങ് ഒഴുകുകയായിരുന്നു. നമ്മുടെ കർത്താവ് അവന്മാരുടെ മുഖത്തോട്ട് നോക്കി ചോദിച്ചെന്നാന്നറിയാമോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞ കവിയേണ്ടതല്ലേ സംസാരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു അവര്. അത് അവിടെ ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നമ്മളീ പലരും അങ്ങനെ പല്ല് ഞരമി ഇറക്കുവാണേലും വിളി കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഞുള്ളി നോക്കണം നമ്മളുണ്ടോന്നറിയാൻ.
ഒരുവൻ്റെ ഭാഷ കേട്ടാൽ അറിയാം അവൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവനാണോ. എന്താ പ്രാകൃതമായത് സംസാരിക്കുന്നു, ജഡീകമായത് സംസാരിക്കുന്നു. ആത്മീയൻ, അവൻ്റെ പ്രത്യേകത, അവൻ്റെ ആഗ്രഹം കർത്താവാണ്, അവൻ്റെ ഇഷ്ടം ദൈവരാജ്യമാണ്, അവൻ്റെ പ്രിഫറൻസ് ആത്മീയമാണ്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞില്ലേ, അനാത്മീയനോട് ആത്മീയത പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാണ് യേശു ഈ മിഷനെ പറ്റി യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തവനോട് മിഷൻ ഫീൽഡിൻ്റെ കാര്യം പറയുന്നതിനാ നമ്മുടെ കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം, പന്നിയുടെ മുന്നിൽ കൊണ്ടുപോയി മുത്തെന്ത് ചെയ്യരുത്. ഇതൊക്കെ വിവരിക്കണമെങ്കിൽ എത്ര സമയം വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നോക്കിക്കേ, യോഹന്നാൻ പറഞ്ഞൊരു വാക്യം വായിച്ച് ഞാൻ അതങ്ങ് വിടാം. അവർ ലൗകികന്മാരാകയാൽ എന്താ ലൗകികത? ലോകം ഇവിടം കൊണ്ട് തീരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞെന്നറിയാമോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി എന്ത് ചെയ്യണം. അങ്ങനെങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന വാക്യത്തിൻ്റെ വ്യാഖ്യാനം, ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് സീക്ക് ഫസ്റ്റ് വാട്ട് ഈസ് ഇറ്റേണൽ, നിത്യമായത് അന്വേഷിക്കണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇവിടുത്തെ യോഹന്നാൻ പറയും, നോക്കൂ, ലൗകികന്മാർ ലൗകികമായത് സംസാരിക്കുന്നു, ഞങ്ങളോ. നിങ്ങൾ യോഹന്നാൻ 4:5-6 വാക്യം, 1 John 5:4 കേട്ടോ, അതിൻ്റെ 5-6 വാക്യത്തിനകത്ത് ലോക മനുഷ്യരെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അവർ ലൗകികമായത് സംസാരിക്കുന്നു, ഞങ്ങളോ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നു. ദൈവത്തെ അറിയുന്ന ഞങ്ങൾ ദൈവികമായത് സംസാരിക്കുന്നു. ഞങ്ങളുടെ സംഭാഷണം വ്യത്യസ്തമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ടവരെ, എല്ലാവരും പാടുമ്പം കൂടെ പാടാനും ഒടുവിൽ കൈയടിക്കാനും ഒക്കെ ആർക്കാ പറ്റാത്തേ? നമ്മുടെ പേരവിടെ ഉണ്ടോ എന്ന് ഇന്ന് രാത്രി തീരുമാനിക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് പരിശോധിക്കണം. 2, അങ്ങനെ പേരുള്ളവൻ്റെ ക്യാരക്ടർ കണ്ടാൽ അറിയാം, മാതൃഭാഷ കേട്ടാൽ അറിയാം അവൻ്റെ പേരവിടെ ഉണ്ടോ എന്ന കാര്യം. അതുകൊണ്ടല്ലേ കൊലോസ്യ ലേഖനത്തിലെ അപ്പോസ്തലൻ പറഞ്ഞ, നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. അതുപോലെ തന്നെയല്ലേ എഫെസോസിന്റെ ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞത്, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും. അകത്തെ മനുഷ്യനോട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിച്ചു നോക്കണം, നല്ല വാക്കല്ലാതെ ഒരേ ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല. ആഴ്ച 6 ദിവസത്തെ ക്രിസ്ത്യാനിറ്റി അല്ല. ചില ആളുകളൊക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ, ഈ സൺഡേ സർവീസ് എന്നുള്ളത് ഈ സർവീസ് സ്റ്റേഷൻ പോലാണെന്നാ. കാരണം 6 ദിവസം ഓടിയ കറയെല്ലാം കഴുകിക്കളയാൻ വേണ്ടി എന്ത് ചെയ്തതാ? നോ 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 6 ദിവസം ആത്മീയനായി ജീവിച്ചതിൻ്റെ ഓവർഫ്ലോയിങ് ആണ് സൺഡേയിൽ ഉണ്ടാകേണ്ടത്. അതാ ട്രൂ വർഷിപ്പ്. മൂന്നാമത്തെ കാര്യം, അവിടെ ഒന്നും അത്രയും പറഞ്ഞാൽ പോരാ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ലോ എവിടുത്തെയാണെന്നറിയാമോ? സ്വർഗത്തിലേതാ. അതുകൊണ്ടാ രാജ്യത്തിൻ്റെ നിയമം തിരുവഴുത്തിൻ്റെ നിയമത്തിനെതിരാകുമ്പോൾ ഭക്തന്മാർ വചനമനുസരിക്കാൻ കാര്യം. ഒന്നുകൂടെ പറയാം, രാജ്യത്തിൻ്റെ നിയമം വചനത്തിനെതിരാകുമ്പോൾ ദൈവമക്കൾ വചനമനുസരിക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ ലോ ഉയരത്തിലാണ്. ഫിലിപ്പർക്കറിയാം, ഞങ്ങൾ റോമാക്കാരാണ്. ഞങ്ങളുടെ ലോ ഈ ലോക്കൽ കൗണ്ടി അല്ല തീരുമാനിക്കുന്നത്, റോം നേരിട്ട് ഞങ്ങളോട് പറഞ്ഞേക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ ഓർത്തോണം, എൻ്റെ ലോ സ്വർഗീയമാണ്, എൻ്റെ നിയമം ദൈവികമാണ്, എനിക്ക് അവിടുത്തോടാണ് കടപ്പാടുള്ളത്. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ഒരു ബോധ്യമുണ്ട്? 3 കാര്യം. നാലാമത്തേത്, ലോ മാത്രമല്ല, കാത്തിരിക്കുന്നവരുടെ ലോയൽറ്റി കർത്താവിനോടായിരിക്കും. എന്താ ലോയൽറ്റി എന്ന് പറഞ്ഞാൽ? നമ്മുടെ കൂറ്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം. ഞാൻ ആത്മാർത്ഥത ചോദിക്കട്ടെ, കൊരിന്ത്യർ ലേഖനം എഴുതി തന്നെ ഏറ്റവും വേദനിപ്പിച്ച സഭക്കാർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു ഭക്തന്റെ കരച്ചിലാണ് നമ്മളോട് വായിക്കുന്നത്. കം ലോർഡ് ജീസസ്.
എത്ര പേരുടെ പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതാണ് നമ്മുടെ ലോയൽറ്റി കർത്താവിനോടാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ്. എല്ലാവരുടെയും കൂടെ ആത്മീയനാകാൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ലോയൽറ്റി ആരോടാണ്? കർത്താവിനോടാണോ? ദൈവരാജ്യത്തോടാണോ? മിഷനോടാണോ? ആത്മീയതയോടെയാണോ? എന്തിനേറെ പറയുന്നു, ലോക്കൽ സഭയോടുണ്ടോ നമ്മുടെ ലോയൽറ്റി? ആമേൻ. എനിക്കറിയാം ഇതിനൊന്നും അങ്ങോട്ട് ആമേൻ വരാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ വിശ്വാസികളോട് ചോദിച്ചാൽ മതി, അവരെൻ്റെ ഒരു പ്രസംഗത്തിനും ആമേൻ പറയാറില്ല. 4 കാര്യം ഞാനവിടെ നിർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യം, സ്വർഗീയ പൗരന്മാരുടെ അടുത്ത പ്രത്യേകത അവരുടെ കാത്തിരിപ്പ് അവരുടെ കാന്തന് വേണ്ടിയായിരിക്കും. എന്താ നമ്മൾ വായിച്ചത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം എന്ത് ചെയ്യുക? കാത്തിരിക്കുക. ആ കാത്തിരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈഗർലി വെയിറ്റിംഗ് ഫോർ, വിത്ത് പേഷ്യൻസ്. ക്ഷമയോടെ. എയർപോർട്ടിൽ ഒരാൾ വരാനിരുന്നാൽ ഫ്ലൈറ്റ് അവിടുന്ന് പൊങ്ങി നമുക്കറിയാം. അതിൻ്റെ ട്രാക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സെൽഫോണിലോട്ട് ചെന്ന് ബാഗേജ് എടുത്തുകൊണ്ട് വരാൻ കാത്തിരിക്കുക. അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നൊരു പദമാണ്. ഏത് നിമിഷവും നമ്മുടെ നാഥൻ വരും എന്ന ബോധ്യത്തിലുള്ള കാര്യമാണ് കാത്തിരിക്കുക. ഈ ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: എ ട്രൂ ക്രിസ്ത്യൻ ലീവ്സ് ഇൻ എ ഫ്യൂച്ചർ ടെൻസ് എന്നാണ് വായിച്ചത്. നമ്മളാരും താഴോട്ട് നോക്കി നടക്കുകയല്ല, മുന്നോട്ട് നോക്കി കാത്തിരിക്കുന്നവരാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് രോഗശയ്യയിൽ കട്ടിലേ കിടക്കുന്നവനല്ല, പ്രയാസങ്ങളുടെ നടുവിൽ മതി കർത്താവേ വരണമേ എന്ന് പറയുന്നവർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളുടെ നടുവിലും ഒരുവൻ്റെ അകത്തെ മനുഷ്യനിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം: കം ലോർഡ് ജീസസ്. എത്ര പേർക്കത് പറയാനായിട്ട് പറ്റും? വഞ്ചന കൂടാതെ നെഞ്ചത്ത് കൈവച്ച് പറയാനായിട്ട് പറ്റുമോ? വിശുദ്ധന്മാരൊക്കെ അങ്ങനെ കാത്തിരുന്നവരാണ് കേട്ടോ. അബ്രഹാം അങ്ങനെ കാത്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ കൂടാരത്തിൽ പാർത്തു. മോശയെപ്പറ്റി എന്നെ വായിക്കുന്നത് അറിയാമോ? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്ന പദവി നിരസിച്ചു. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിൻ്റെ നിന്ന ആ മോശയും അന്നത്തെ വെളിപ്പാടിൽ കാത്തിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തിനാ കഷ്ടം സഹിച്ചെന്നറിയാമോ? തൻ്റെ കഷ്ടത്താൽ അനേകരെ തേജസ്സിലേക്ക് ആനയിക്കുന്നത് മുന്നിൽ കണ്ട് കാത്തിരുന്നു. നമ്മുടെ ഹൃദയത്തെ നിത്യത കൊണ്ടൊന്ന് പൊതിയണം. അതിനാണ് ഈ പ്രസംഗം ഇവിടെ നടത്തുന്നത്. ജോനാഥൻ എഡ്വേർഡ് എന്ന് പറയുന്നൊരു ഭക്തനെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ രാജ്യത്തിൽ ജനലക്ഷങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്: എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആംഗ്രി ഗോഡ് എന്നാണ് ആ പ്രസംഗത്തിൻ്റെത്. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ജനലക്ഷങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ പല ആളുകളോടും ചേർന്ന് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ആ മനുഷ്യൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: ലോർഡ് സ്റ്റാമ്പ് മൈ ഐസ് വിത്ത് ഇറ്റേണിറ്റി. ദൈവമേ, നിത്യത കൊണ്ട് എൻ്റെ കണ്ണിനെ ചാപ്പാകുത്തണേ. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോൾ കണ്ണു തുറന്നാലും അതാണ് ഞാൻ കാണുന്നത്. ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും: ലോർഡ് സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്. ഞാൻ പറഞ്ഞില്ലേ, രോഗിയായിട്ട് കിടക്കുന്നവൻ പ്രാർത്ഥിക്കേണ്ടതല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് വിശദീകരണത്തിലേക്ക് പോകാം.
ഒരുവൻ കർത്താവിൻ്റെ വരവിനായിട്ട് ഇന്ന് രാത്രിയിലും കാത്തിരിക്കുന്നെങ്കിൽ അതവൻ്റെ ആത്മീയതയുടെ അളവുകോലാണ്. പറഞ്ഞ ആശയം മനസ്സിലായോ? അതിനെപ്പറ്റി യാതൊരു കെയറുമില്ലെങ്കിൽ നിങ്ങൾ രക്ഷയിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഒരുവൻ ആത്മീയനാണെങ്കിൽ അവൻ്റെ ആത്മീയതയുടെ അളവുകൾ അവൻ്റെ അകത്തെ മനുഷ്യനോട് ചോദിച്ചാൽ മതി, കർത്താവേ വരണമേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവൻ ആത്മീയനല്ല. ആത്മീയനല്ലെങ്കിൽ രക്ഷ പരിശോധിക്കപ്പെടണം. അതിനെ ഓരോന്നോരോന്ന് വിശദീകരിക്കാം. എന്തിനാ കാത്തിരിക്കുന്നേ? 6-7 കാര്യം ഫാസ്റ്റായിട്ട് പറഞ്ഞ് 7 വാക്യത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കൊണ്ടുവരാം. റോമാലേഖനം 8-ാം അധ്യായം പരിചയമുള്ള ഭേദഭാഗമാണ്. അതിനകത്ത് എന്നെ വായിക്കുന്ന അറിയാമോ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അങ്ങനെങ്കിൽ വീണ്ടും ജനിച്ച് പാപത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് വന്ന ഒരുവൻ്റെ ഏറ്റവും വലിയ കാത്തിരിപ്പ് എന്നാണെന്നറിയാമോ? അവൻ്റെ അകത്തെ ഞരക്കം എന്താണെന്നറിയാമോ? പുത്രത്വത്തിന് എന്ന് പറഞ്ഞാൽ എൻ്റെ താഴ്ചയുള്ള ശരീരം മാറും, എൻ്റെ കർത്താവ് താമസമിനവരും, ഞാൻ എൻ്റെ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞരങ്ങുകയാണ്. അങ്ങനൊരു ഞരക്കം റോമാലേഖനം 8-ാം അധ്യായത്തിനകത്തെ ആ കാത്തിരിക്കുക, ഞരങ്ങുക എന്ന വാക്കിൻ്റെ ഒക്കെ വിശദീകരണം എങ്ങനെയാണെന്നറിയാമോ? രാത്രിയിൽ കാവൽ ചെയ്യുന്ന ഒരു കാവൽക്കാരൻ രാവിലെ എഴുന്നേറ്റ് കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ വരുന്നോ എന്ന് കവാടത്തിൽ നിന്ന് തല ഉയർത്തി നോക്കി അങ്ങനെ വന്നെങ്കിൽ തൻ്റെ ജോലി നിർത്തി പോകാം എന്ന പ്രതീക്ഷയോടെ ഒരുവൻ നോക്കുന്ന പോലെ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. ഇതാ ക്രിസ്ത്യാനിറ്റി, ഇതാ ആത്മീയത. അങ്ങനെ ഒരു കാത്തിരിപ്പുണ്ടെങ്കിൽ അതാണ് എൻ്റെ ആത്മീയതയുടെ മെഷർമെന്റ്. അതോ തട്ടിപ്പാണോ നമ്മുടെ ആത്മീയത? സൺഡേ ക്രിസ്ത്യൻസ് ആണോ നാം ഓരോരുത്തരും? അതോ ആത്മീയത അകത്തെ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ടോ? ആ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. രണ്ടാമത്തേത് ഗലാത്യലേഖനത്തിനകത്ത് അതേ പദം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 5:5 ഇങ്ങനെ വായിക്കുന്നേ, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്ന്, ഇങ്ങനെ വായിക്കുന്ന നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടപ്പം ഒരല്പം ഒരു ദൈവശാസ്ത്രം പറയാൻ പോവാ, കേട്ടോണം. രക്ഷിക്കപ്പെട്ടപ്പം നമ്മുടെ മേൽ നീതി കണക്കിട്ടിരുന്നു, അല്ലേ? എങ്ങനാ ആ ഡബിൾ ഇമ്പ്യൂട്ടേഷൻ? ഏദനിൽ പാപം ചെയ്തപ്പം ആ തലമുറയിൽ ജനിച്ചവൻ്റെ മേൽ ആദാമിൻ്റെ പാപം കണക്കിട്ടതുപോലെ ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, സങ്കീർത്തനത്തിൽ വായിക്കുന്നൊരു വാക്യമുണ്ട്, വലത്തോട്ട് നോക്കി എന്നെ കാണണമേ. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിതാവാം ദൈവം സൗജന്യമായി പുത്രന്റെ നീതി എൻ്റെ മേൽ കണക്കിട്ടു. ഇതാ ഡബിൾ ഇമ്പ്യൂട്ടേഷൻ. പിതാവിനെ നോക്കുമ്പം നീതീകരിക്കപ്പെട്ടവനായിട്ടാണ് കാണുന്നത്, കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈഡ് ആണെന്നാണ് വായിക്കുന്നത്. എന്നാൽ ഗലാത്യർ 5:5 നീതി ലഭിക്കും എന്ന പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം എന്നാണെന്നറിയാമോ? ആ പുത്രത്വം. 2 പെർഫെക്റ്റ് റൈച്ചസ്നെസ്. എനിക്ക് തിരുവെഴുത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം ചിലതുണ്ട്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. 4 കാര്യം ഞാൻ ആ വാക്യത്തിൽ നിന്ന് അറിയാം. അവിടെ ഗോഡ് ദ ഫാദർ ഉണ്ട്, ഗോഡ് ദ സൺ ഉണ്ട്, 3 വിശ്വസിക്കുന്ന ദൈവസഭയുണ്ട്, 4 വിശ്വസിക്കുന്നവരുടെ മേൽ കണക്കിടുന്ന നീതിയുണ്ട്. 4 കാര്യം. The benefactor is God the Father.
The substitute is God the Son. The beneficiaries we are. The benefit, the ultimate perfect righteousness. ഇത് കേട്ടിട്ട് ആമേൻ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ ജനത്തെയൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കണം. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ഉത്സാഹിക്കുകയില്ല. അതെന്താണെന്ന് എനിക്കറിയാൻ മേല. ഞാൻ അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ട് എന്താ ടിപ്പ്. എന്നിട്ട് എന്നോട് സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു, സമയം നിനക്ക് ഈ ഗോളത്തിൽ മാർക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം, നിനക്ക് ഈ ഗോളത്തിൽ, അതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ നല്ല റിപ്പോർട്ടൊക്കെ എന്നെപ്പറ്റി ആൾക്കാർ കൊടുക്കാറുണ്ട്. ഓക്കെ ആട്ടെ. പുത്രത്വത്തിന് എന്ത് ചെയ്യുക? 2, നീതി ലഭിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ആ പുത്രൻ്റെ നീതി അന്ന് വിശ്വസിച്ചപ്പം എൻ്റെ മേലൊന്ന് കവർ ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ നാഥൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പം കംപ്ലീറ്റ് റൈച്ചസായി പുത്രൻ്റെ വിശുദ്ധി പോലെ തന്നെ എന്നെ നിർത്തും. അതാ ഒരുങ്ങുക എന്നതിൻ്റെ പൂർത്തീകരണം. ഗോട്ട് ഇറ്റ്? കാത്തിരിപ്പ്. മൂന്നാമത്തേത്, നമ്മൾ വായിച്ച വാക്യം മനോഹരമാണ്. രക്ഷിതാവായി വരും എന്നെന്ത് ചെയ്യുക? അങ്ങനല്ലേ വായിച്ച പുസ്തകത്തിലോട്ട് തന്നെ നോക്കിയേ. ഞാൻ ഈയിടെ ഒരു ചർച്ചയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഇന്ന വാക്യം വായിക്കാന്ന് പറഞ്ഞപ്പോൾ ആലയത്തിൽ വെട്ടമില്ല. കാര്യം ഇന്ന് പുസ്തകം തുറക്കണ്ടല്ലോ. അയ്യോ, നടന്ന കാര്യമാണ്. ഒരിടത്ത് നിന്ന് പ്രസംഗിക്കാൻ വാക്യം വായിക്കാന്ന് പറഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ ലൈറ്റ് ഇല്ല. നമ്മുടെയൊക്കെ അവസ്ഥയെ വല്ലതും കേൾക്കുന്നോ? ഇനി നിങ്ങളുടെ ചർച്ചയിൽ എങ്ങാനും ആണോ ഞാൻ വന്നേ? 20-ാം വാക്യം, നമ്മുടെ പൗരത്വം അവിടെ നിന്ന് നമ്മുടെ കർത്താവായി യേശു രക്ഷിതാവായി വരും. അന്നേരം മൂന്നാമത്തെ കാത്തിരിപ്പ് എന്നാന്നറിയാമോ? പാപമറിയാത്തവനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആ പ്രാണപ്രിയനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞല്ലോ ഒരു ദിവസം. അവനെ ആത്മാവ് ഉയർപ്പിച്ച് സകലത്തിനും മീതെ ഇരുത്തി ഒരു ദിവസം ആ നാഥൻ രക്ഷകനായി വരും. അതാ സഭയുടെ കാത്തിരിപ്പ്. അങ്ങനെ വല്ല ചിന്തയുണ്ടോ? രക്ഷകനായിട്ട് വരും. എനിക്കൊരു 4 കൂട്ടം കാര്യോടെ പറയണം. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. 5-ാമത്തെ കാര്യം, 4-ാമത്തെ കാര്യം, 1 യോഹന്നാൻ 3:2 അറിയാവുന്ന വാക്യല്ലേ? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ അങ്ങനാണോ? നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെയും എന്ന് പറഞ്ഞാൽ അറിയാം ഇന്നതാകുമെന്ന്. പക്ഷെ ഇതുവരെ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. നമ്മുടെ കർത്താവ് അപ്പോസ്തലൻ എഫെസ്യർ ലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമില്ലേ? നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ എന്ത് ചെയ്തേക്കുക? ഇരിക്കുന്നത് ഇവിടെ ആണേലും സ്റ്റാറ്റസ് എവിടാന്നറിയാമോ? ഒരു ഭക്തൻ അതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: നമുക്ക് അടുത്തിരുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാവുന്ന അകലത്തിൽ കൊണ്ടാക്കി. വേറൊരുവൻ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ആ വാക്യത്തെ വ്യാഖ്യാനിച്ചത് ഗ്രീക്കുകാര് അബ്സല്യൂട്ടായിട്ട് ായിട്ട് നടക്കുന്ന ഒരു കാര്യം നടന്ന് കഴിഞ്ഞതുപോലെയാ അവരെഴുതുകൊള്ളൂ. ഗ്രീക്കുകാരനായ പൗലോസ് എഴുതിയെന്താണെന്നറിയാമോ? നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ദിവസം സംഭവിക്കും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കും. ഇതാ നമ്മുടെ കാത്തിരിപ്പ്. അടുത്തത് കാത്തിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? വരുവാനുള്ള കൃപയ്ക്കായിട്ട് കാത്തിരിക്കുന്നെന്നാണ് വായിക്കുന്നത് പത്രോസിൽ. വരുവാനുള്ള ഒരു 3 കാര്യം പറയാം. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. നമ്മളെ രക്ഷിച്ചത് കൃപയാണെന്നല്ലേ വായിക്കുന്നത്? കൃപയാലല്ലോ. വിശ്വാസമൂലം എന്ന് പറഞ്ഞാൽ സാൽവേഷൻ ഈസ് മോണോർജസ്റ്റിക്. നമ്മളാരും പൗലോസ് ദമസ്കോസിലോട്ട് പോയപ്പം തിരിച്ച് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് വരുവുള്ളെന്ന് പറഞ്ഞാണ് പോയത്. എന്നോ ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. ആ മനുഷ്യനെ നേരെ തിരിച്ചു. ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ മെറ്റാനോയുടെ അർത്ഥമൊക്കെ സായിസാർ പറഞ്ഞല്ലോ. റൈറ്റ് അബൌട്ട് ദമസ്കോസിലോട്ട് പോയവനെ നേരെ തിരിച്ചു. അങ്ങനെ രക്ഷയിലേക്ക് ഒരുവനെ കൊണ്ടുവരികയാണ്. അതിൻ്റെ പേരാ കൃപയാലല്ലോ രക്ഷിച്ചത്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്: നാം
ഒരുക്കുന്ന ദൈവകൃപ. വായിക്കുന്നില്ലേ? അങ്ങനെങ്കിൽ സേവിങ് ഗ്രേസ് മാത്രമല്ല, ഇന്ന് രാത്രി ഈ വചനം കേൾക്കാൻ എന്നെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതും ദൈവത്തിൻ്റെ കൃപയാണ്. അനേകർ വിശ്വാസത്യാഗികളായി പോയപ്പോൾ നല്ല നിലത്ത് വീണ വിത്ത് പോലെ എന്നെ വിശ്വസിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തുന്നിടം വരെയും എന്നെ പിടിച്ചു നിർത്തുന്ന ദൈവകൃപയുടെ പേരാണ് സസ്റ്റൈനിങ് ഗ്രേസ്. നമുക്ക് ആത്മീയ വളർച്ചയിൽ തൃപ്തിപ്പെടാൻ പറ്റിയല്ല. കാര്യം എന്നാണെന്നറിയാമോ? നമുക്ക് വെച്ചേക്കുന്ന അളവ് പോലെ ക്രിസ്തു എന്ന തലയോളമാണല്ലേ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അവിടെ വരെ ആയോ? ഒരിച്ചിരി കൈപ്പൊക്കാവോ? ഇല്ല. എന്താ അങ്ങനെ ഒരു അൺഅറ്റൈനബിൾ മെഷർമെന്റ് വെച്ചേക്കുന്ന അറിയാമോ? എത്ര മൂത്തവനും പറയണ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അതാ പരിധി വെക്കാൻ ദൈവശ്വാസീയമല്ലേ. എഴുത്തുകാരൻ തൻ്റെ അഭിപ്രായങ്ങളൊന്നും എഴുതിയതല്ലോ. ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവൻ്റെ കൈവരലിനെ നിയന്ത്രിച്ചെഴുതിച്ചതല്ലേ ഈ പുസ്തകം. ഓരോ വാക്കും ഇൻസ്പയർഡ് അല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മൾ സസ്റ്റൈനിങ് ഗ്രേസിലാണ്. എങ്ങും എത്തിയിട്ടില്ല. ക്രിസ്തുവെന്ന തലയോളം വരുവാനുള്ള കൃപ. രക്ഷിച്ചത് കൃപയാണ്. രണ്ടും നിലനിർത്തുന്നത് കൃപയാണ്. മൂന്നാമത്തേതാണ് നമ്മൾ വായിച്ചത്, വരുവാനുള്ള ദൈവകൃപ. സ്തോത്രം. ഇതാ ഒരുങ്ങുക എന്നതിൻ്റെ അർത്ഥം. ഒരു കാര്യം കൂടെ പറഞ്ഞെന്ന് കൺകൂടിയാം. അവൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് എന്ന് യൂദായിൽ വായിക്കുന്നുണ്ട് അല്ലേ. എന്താ ആ കോണ്ടെക്സ്റ്റ്? ഇങ്ങനെ വായിക്കുന്നേ, അന്നത്തെ അപ്പോസ്റ്റസി അതിഭയങ്കരമായിട്ട് സഭയ്ക്കകത്ത് കയറുക. ഈ അപ്പോസ്റ്റസിയെ പറ്റി ഒന്ന് രണ്ട് കാര്യം പറയാം. ഇന്നൊരു ഓർഗനൈസേഷൻ, അതിൻ്റെ പേര് NAR എന്നാണ്, ന്യൂ അപ്പോസ്റ്റോലിക് റിഫോർമേഷൻ. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ട് കാണും. NARൻ്റെ പ്രത്യേകത ഇന്ന് രാവിലെ സായിസാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട്. അവർ പറയുന്നത് ഈ 66 പുസ്തകം ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. ഞങ്ങൾ 29ാമത്തെ ആക്ട്സ് എഴുതും. ഈയിടെ ഒരുത്തൻ ആവേശം കയറി 34 വരെ പറഞ്ഞു. സാറേ 29 വരെ ഞാൻ കേട്ടില്ല, കഴിഞ്ഞിടയ്ക്ക് 34 ആക്ട്സ് എഴുതിയെന്നൊക്കെ ഞാൻ കേട്ടു. അവർ ദൂതനോടൊക്കെ പറയുകയാണ് ഇങ്ങോട്ട് വരാം. ഈയിടെ ഞങ്ങൾ കേട്ടൊരു കഥ നിങ്ങൾക്ക് കേൾക്കണോ? ഒരുവൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതാൻ പോയപ്പം നമ്മുടെ പഴയ മൈക്രബർ ഓർക്കുന്നോ? ഏതാ എറേസർ കൊച്ചു കൊണ്ടുപോകാൻ മറന്നുപോയി. അത് ആ കൊച്ചിൻ്റെ കുഴപ്പമല്ല, അപ്പൻ്റെ അമ്മയുടെ കുഴപ്പമാണ്. കൊച്ചു ക്ലാസ് റൂമിൽ ഇരുന്നോണ്ട് ദൂതനോട് കൽപ്പിച്ചു, ബ്രിങ് മൈ എറേസർ ഹിയർ. എൻ്റെ പൊന്നെ, പാവം ദൂതം കൊടുത്തു. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് നമ്മുടെ ആളുകൾ. ഞാൻ ഈയിടെ ഒരു പ്രോമിനൻ്റ് വർഷിപ്പ് ലീഡർ എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കണോ? എൻ്റെ സാമി 66 പുസ്തകമൊന്നും അല്ല, ആ പൗലോസിനെക്കാട്ടും വലിയ പാർട്ടികളായിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞ ഒരാൾ. അവരാ നമ്മളെ ഇവിടെ ഇട്ടുകൊണ്ട് അഭ്യാസം കാണിക്കുന്നത്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഈ NARകാരെ മനസ്സിലാക്കാൻ ഞാൻ എളുപ്പം പറയാം. പണ്ട് ബ്രദർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞ പല പാർട്ടികളുടെ ഇന്ന് ടൈറ്റിൽ അപ്പോസ്റ്റൽ എന്നാ. കേട്ടായിരുന്നോ? പണ്ട് സുവിശേഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോഫറ്റ് സോ ആൻഡ് സോ. ഇവന്മാരെല്ലാം ആ കൂട്ടത്തിലുള്ളതാണ്. അങ്ങനെ വരുന്ന നിയോ അത്രയും പറഞ്ഞു വിടുക. അന്ത്യകാലത്തെ ഭൂതങ്ങളുടെ ഉപദേശം പിടിച്ച് നമ്മളെ തെറ്റിക്കുന്ന ചിലർ എഴുന്നേക്കും. ഇതിനുണ്ടാകാതിരിക്കാൻ വേണ്ടി യൂദാ പറയുന്ന വാക്കെന്നാണെന്നറിയാമോ? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീയ വർധന പ്രാപിച്ചും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് വരുവാനുള്ള കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. കരുണയ്ക്കായിട്ട്. കരുണയുടെ കാര്യം പറയുമ്പോഴും 3 കാര്യം ഓർക്കാൻ പറയാം. കരുണാസമ്പന്നനായ ദൈവമോ ക്രിസ്തുവേശുവിനെ തന്ന് എന്നെ നിങ്ങളെ രക്ഷിച്ചു. ആ കരുണയുടെ സസ്റ്റൈനിങ് മേഴ്സിയെ പറ്റിയല്ലേ ലെമന്റേഷനിൽ ജെരമ്യ കരയുന്നത്. രാവിലെ തോറും നിന്റെ കരുണ പുതിയത്. അതിനെയാണ് യൂദാ അന്ന് ആ ഭക്തന്മാർക്ക് എഴുതി പറഞ്ഞത്, അവൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുക. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ 6-7 കാര്യം പറഞ്ഞു. വേണ്ട, പുത്രത്വത്തിന്
കാത്തുകൊണ്ട് നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശയ്ക്കായി നോക്കിക്കൊണ്ട് രക്ഷകനെ കാണാനായി ഈഗർലി വെയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടും എന്ന പ്രോമിസിനായി കാത്തിരിക്കുന്നു. കരുണയ്ക്കായി കാത്തിരിക്കുന്നു, കൃപയ്ക്കായി കാത്തിരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ വരവും സഭയുടെ ഒരുക്കവും. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒരു കാര്യോട് പറഞ്ഞിട്ട് നിർത്തത്തുള്ളൂ. ഈ വരവിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞിടത്തെല്ലാം ദൈവമക്കളുടെ കടപ്പാടും പറഞ്ഞാൽ ബൈബിൾ നിർത്തിയേക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു 5 വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 1 യോഹന്നാൻ 3:2 ഇപ്പം നമ്മൾ വായിച്ചായിരുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവനെ പോലെ ആകും. തൊട്ടടുത്ത വാക്യം എന്നാ വായിക്കുന്നത്? അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല അവൻ. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, ഹോളിനെസ്. 2 പത്രോസ് 3:19 രണ്ടാം വരവിനെ പറ്റി പറഞ്ഞിട്ട് പറയുക, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും അകത്തെ മനുഷ്യനിൽ എഴുതണം. എബ്രായ ലേഖനം ആരോ എഴുതിയെന്ന് ലോകത്തിൽ ആർക്കും അറിയാൻ മേല. എഴുത്തുകാരൻ പറയുന്നതെന്നറിയാം, നാൾ സമീപിക്കും തോറും സഭായോഗങ്ങളെ പല കാര്യമുണ്ട്. സഭായോഗം ചുമ്മാ മുടക്കുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ലെന്നുള്ളതിന് ഒരു സംശയമില്ല. വാക്യം വായിച്ചാൽ മതി. ഹലോ, അടുത്തത് കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരണം. അങ്ങനെ പല കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ യൂദായുടെ ലേഖനത്തിൽ വായിച്ചില്ല, കരുണയ്ക്കായിട്ട് കാത്തിരിക്കുക. അവിടുത്തെ ഒരു വാക്കുണ്ട്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ. അതിൻ്റെ അർത്ഥം തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പ്രമാണിക്കും. ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒബേ ഹിസ് ഹോളി കമാൻഡ് എന്നർത്ഥം. വേദപുസ്തകത്തിൽ എവിടെല്ലാം കർത്താവിൻ്റെ വരവ് പറഞ്ഞിട്ടുണ്ടോ അവിടെല്ലാം നമ്മുടെ കടപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഈസി ലിവിങ് അല്ല ക്രിസ്ത്യാനിറ്റി. ഇന്ന് രാത്രി ഈ തിരുവെഴുത്ത് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ, ഭൂമിയിലായിരുന്നു പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ അയക്കും, അതുപോലെ തന്നെ ചെയ്തു. ഇല്ലേ? ഐ വിൽ എന്ന് യേശു പറഞ്ഞല്ലേ? യേശു കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സഭയെ പണിയും. അത് കർത്താവ് 2000 വർഷമായിട്ട് ചെയ്യല്ലേ? 3ാമത് നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ പോയാൽ നിങ്ങളെ ചേർക്കേണ്ടതിന് മടങ്ങി വരും. 2 കാര്യം അച്ചട്ടായിട്ട് നടന്നെങ്കിൽ അനധിവിദൂര ഭാവിയിൽ നമ്മുടെ കർത്താവ് വരുമെന്നതിന് യാതൊരു സംശയമില്ല. ആ ഭക്തന്റെ കരച്ചിലിങ്ങനാണ്, കർത്താവേ വരേണമേ. ഒന്ന് എഴുന്നേറ്റിരിക്കാവോ? എൻ്റെ പ്രസംഗമൊന്നും തീർന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. പാട്ടുകാരെന്ന് പറഞ്ഞ സമയം കളി. ഞാൻ 2 മിനിറ്റ് കൂടെ എടുക്കുക ഇവിടെ നിർത്തിക്കൊണ്ട്. ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ്? നമ്മളൊരു പാട്ട് പാടാൻ പോവാ. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനം അവസാനത്തെ വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അനീതി ചെയ്യുന്നവൻ ഇനി അശുദ്ധൻ, ഇനി വിശുദ്ധൻ തന്നെ തന്നെ. അതിൻ്റെ ഒരു വ്യാഖ്യാനം എളുപ്പമായിട്ടുള്ളത് ഞാനങ്ങ് പറയാം. 66 പുസ്തകവും വായിച്ചിട്ട് നീ രക്ഷിക്കപ്പെടണമെന്ന് മനസ്സിലായി, കർത്താവിൻ്റെ വരവിനോട് ഒരുങ്ങണമെന്ന് മനസ്സിലായി. എന്നിട്ടും നിനക്കനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. വിശുദ്ധൻ അകത്താത്മാവുള്ളവൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവിന് വേണ്ടി 95% നിലം വിറ്റതിൻ്റെ പണം കൊണ്ട് കൊടുത്ത അനന്യാസും സഫീറയും ചത്ത് കിടക്കുകയാണ്. യെരുശലേമിൽ 1 രൂപ പോലും കൊടുക്കാത്തവൻ കാപ്പിയും കുടിച്ചോട് നടക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോട് അടുക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നീ വഴിയെ നടന്നോണം. ദൈവത്തോട് അടുത്താൽ നീ വിശുദ്ധനായിക്കോണം. കർത്താവിൻ്റെ വരവും സഭയുടെ ഒരുക്കവും. ക്രൂശിനെ നോക്കാമോ? പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതിൻ്റെ ബെനഫിഷ്യറീസ് ആരാണെന്നറിയാമോ?
വിശ്വസിച്ച നമ്മളാണ്. ബെനിഫിറ്റ് എന്നാണെന്നറിയാമോ? പൂർണ്ണ നീതി ലഭിക്കുമെന്ന പ്രത്യാശയാണ്. ഇന്ന് രാത്രി ആ ക്രൂശിനെ നമുക്ക് നോക്കാം, നമ്മുടെ നാഥനെ, ആ രക്ഷകനെ നമുക്കൊന്ന് കാത്തിരിക്കാം. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടുത്തെ നിറങ്ങളല്ല, അവിടുത്തെ വർണ്ണങ്ങളല്ല, അവിടുത്തെ ആകർഷണമല്ല. സ്വർഗത്തെക്കാൾ ഉന്നതൻ ഒരുവനുണ്ട്, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അവിടുന്നാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. ആ പൗലോസ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പറയാം, കം ലോർഡ് ജീസസ്. മാറാ നാഥ, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ എന്ന പാട്ട് തിരുവെഴുത്തുകളുമായിട്ട് ചേർന്ന് വരുന്ന പാട്ടാ. ആ പാട്ട് പാടി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. നമ്മുടെ കർത്താവിൻ്റെ പൊന്നുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.